അല്ലാതെ വരം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തില് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നതായ ഒരു പോർഷൻ നമുക്കറിയാമല്ലോ. അവിടെ വളരെ കർത്താവ് പറയാണ് എന്താ, ഒരുത്തൻ 3 അപ്പം വായ്പയായി തരണം എന്ന് പറഞ്ഞ ഭാഗത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തുന്നതാണ്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. ലോകത്തിലെ ബാക്കി ഏത് കാര്യം നമ്മൾ ചോദിക്കുന്ന ഒരു പരിധിയുണ്ട്. നമ്മൾ ചിലപ്പം എന്തെങ്കിലും ആളുകൾ ചോദിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ആളുകൾ എന്തെല്ലാം ചോദിച്ചു പറയും അല്ലേ? ചിലപ്പോൾ വഴിയെ പോകുന്ന ആളുകൾ ചിലപ്പോൾ നമ്മളോട് ഒരു മൊബൈൽ ഫോണൊക്കെ ചോദിച്ചത്. അപ്പം ആഫ്രിക്കയിലൊക്കെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നു. നമ്മളെ അവിടെ ഇരിക്കുകയാണെന്നുള്ള ഒരു ചിന്ത ഇവർ ചോദിക്കുന്നൊക്കെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ചോദിക്കുന്നതിന് ഒരു പരിധി ഇല്ലയോ നമ്മൾ ചോദിക്കും ഇല്ലേ? നമ്മളാണെങ്കിൽ പറയട്ടെ, വെറുതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചോ, എന്നാലും ചോദിക്കുന്നതിന് ഒരു പരിധി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സന്നിധി ചെന്നാലും ചോദിക്കുന്നതിനൊരു പരിധി ഉണ്ട്. എനിക്കിപ്പോ 1 കാർ വേണമെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ കർത്താവ് എനിക്ക് 9 കാർ വേണമെന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. എന്ത് കാര്യത്തിന്? 1 ലാപ്ടോപ്പ് വേണമെന്ന് പ്രാർത്ഥിക്കും, കർത്താവ് 20 ലാപ്ടോപ്പ് തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ ചോദിക്കുന്നതിന് ഒരു പരിധി വേണ്ട. പക്ഷേ ചോദിക്കുന്നതിന് ഒരു പരിധിയും വേണ്ടാത്ത ഒരു സാധനമാണ് പരിശുദ്ധാത്മാവ്. കാര്യം അവൻ പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെയല്ലോ. It is the Holy Spirit, not the gifts. നമ്മുടെ ഒരു വലിയ പ്രശ്നം, we are not praying for the Holy Spirit, we pray for the gifts. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്, അല്ലാതെ അന്യഭാഷയെ അല്ല. ചില ആളുകൾ ചോദിക്കും, നിനക്ക് നീ അന്യഭാഷ പ്രാപിച്ചു? ആരും അന്യഭാഷ പ്രാപിക്കുന്നില്ല. എല്ലാവരും ആര് മാത്രമേ പ്രാപിക്കുന്നുള്ളൂ? പരിശുദ്ധാത്മാവിനെ മാത്രമേ പ്രാപിക്കുന്നുള്ളൂ. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ ലഭിച്ചത് എന്താണ്? ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. അവിടെയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, I will ask the Father and he will send you another counselor, the Spirit of truth, to be with you forever. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. അന്യഭാഷ തരുമെന്നല്ല കർത്താവ് പറഞ്ഞത്. അന്യഭാഷ തരുമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെ തരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതേപോലെ തന്നെ അവിടെ നമുക്ക് ആത്മാവിനെ നൽകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 16-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, അല്ലാതെ വേറെ കാര്യങ്ങളല്ല. 14-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലും വ്യക്തിയായ ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതേപോലെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ് ദ പ്രോമിസ് ഓഫ് ദ ഫാദർ. പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ആരാണ്? എന്താണ് പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം? പരിശുദ്ധാത്മാവ്. I will give you the Holy Spirit എന്നാണ്. അപ്പോൾ ആത്മാവിനെ പ്രാപിക്കുവാനുള്ള അഭിവാഞ്ഛയാണ് നമുക്ക് ആവശ്യം, അല്ലാതെ വരങ്ങൾ പ്രാപിക്കുവാനുള്ള അഭിവാഞ്ഛയല്ല. വരങ്ങൾ എന്ന് പറയുന്നത് ആത്മാവ് ഉള്ളിൽ വന്നിട്ട് അത് പ്രകാശിപ്പിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് വാസ്തവത്തിൽ വരങ്ങൾ എന്ന് പറയുന്നത്. വരങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഇല്ലാതെ നിങ്ങൾ വരങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ഇന്നത്തെ വലിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ പോലും പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തി എന്ന നിലയിൽ മനസ്സിലാക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തി എന്ന നിലയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊന്നും ജീവിക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തി എന്ന നിലയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രവാചകന്മാരൊന്നും ഇങ്ങനൊന്നും ജീവിക്കുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃപാവരമാണ് വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും 4 വാക്ക് പറഞ്ഞ് 2012 8-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞേച്ചാൽ അത് ആ വലിയ ആനക്കാര്യമായിട്ട് ചിന്തിച്ചിരിക്കുന്നു. 8-ാം മാസത്തിലല്ല സഹോദര, എല്ലാ മാസത്തിലും കർത്താവ് നിനക്ക് വേണ്ടി നന്മ ഒരുക്കിയിരിക്കുന്നു. അല്ല പിന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വല്ല തിന്മ ഒരുക്കുന്നുണ്ടോ? ഒരു തിന്മയെ ഒരുക്കിയിട്ടില്ല. ദൈവം എപ്പോഴും നന്മയല്ലേ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അതിനിപ്പോ 8-ാം മാസത്തിന് എന്തോ ഇത്ര വലിയ പ്രത്യേകത? അങ്ങനൊന്നും പ്രത്യേകതയൊന്നുമില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മയല്ലാതെ വേറെ ഒന്നും ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്? വേറെ എന്ത് കാര്യങ്ങൾ അറിയേണ്ടത്? നമുക്ക് ഈ പ്രവാചകന്മാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ട വല്ല കാര്യമില്ല. എനിക്ക് എൻ്റെ ഭാര്യയോട് സ്നേഹമാണെന്നുള്ളത് പ്രവാചകൻ പറയേണ്ട കാര്യമില്ല. എനിക്കറിയത്തില്ല. എനിക്ക് ഒരാളോട് വിരോധം ഉണ്ടെങ്കിൽ അതും വാസം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയത്തില്ലല്ലോ. നിനക്കൊരാളുടെ വിരോധം ഉണ്ടെന്നുള്ളത് ഒരു പ്രവാചകനും പറയത്തില്ല. പിന്നെ ചിലർ പറയും, എനിക്ക് 8 വയസ്സ് പ്രായം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം പ്രവാചകൻ വെളിപ്പെടുത്തിയത്. അതെന്തിനാ വെളിപ്പെടുത്തുന്നത്? നിനക്കറിയില്ല. ഇത് നമുക്കറിയാവുന്ന കാര്യം വെളിപ്പെടുത്താനല്ലല്ലോ പ്രവാചകനെ പറഞ്ഞു വിടുന്നത്, ആണോ? അത് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതിന്റെ പേരിൽ അഹങ്കരിക്കുകയാണ്. ഏത്? ദൈവം എനിക്ക് വെളിപ്പെടുത്തും, അപ്പോൾ ഞാനൊരു വലിയ ആളാണ്. നിങ്ങളെല്ലാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് കൃപാവരം എന്നല്ല, ഇതൊരു റിവാർഡാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അഹങ്കരിക്കുന്നത്. അല്ലെങ്കിൽ അഹങ്കരിക്കത്തില്ല. കൃപയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അഹങ്കരിക്കത്തില്ല. റിവാർഡാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അഹങ്കാരം ഉണ്ടാകുന്നത്. പിന്നെ വേറെ കാര്യം ഞാനൊന്ന് ഇടയ്ക്ക് കയറി പറയാമെന്ന് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രവാചകൻ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഞാൻ വേദപുസ്തകത്തിലെ ഈ കൃപാവരങ്ങളെല്ലാം പ്രയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് പ്രവചനപരമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ച ആളുകൾ സൗഖ്യമാകുന്നു, എനിക്ക് ഭൂതശാന്തി ഉണ്ട്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാ പറയുന്നത്. ഇല്ലാതെ കൊതിക്കറ് കൊണ്ട് പറയുന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ആളുകൾ പറയുമല്ലോ, ഇവരില്ലാത്തതുകൊണ്ട് ഇവരിതെല്ലാം പറയുന്നത്. അങ്ങനൊന്നും അല്ല. ഇതെല്ലാം അനുഭവിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഹോളി സ്പിരിറ്റിനെ ഒന്നാമതും മനസ്സിലാക്കേണ്ടത് ഒരു പേഴ്സൺ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നടക്കണം. എന്തിനാണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, he will be with you forever, he will dwell with you and will be in you. അവൻ നിങ്ങളുടെ കൂടെ നടക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യും. എന്റെ കൂടെ ഹോളി സ്പിരിറ്റ് നടക്കുകയാണെങ്കിൽ എനിക്ക് അതും ഇതും ചെയ്യാൻ പറ്റുമോ? ഹോളി സ്പിരിറ്റ് നടക്കണ്ടല്ലോ. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും വഴിയെ കൂടെ ഞാനിങ്ങനെ പോകുന്ന കൂട്ടത്തില് എനിക്ക് വിരോധമുള്ള ഒരാളോട് കണ്ടപ്പോഴത്തേക്ക് അയാളുമായിട്ട് 2 വർത്തമാനം പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷെ പാസ്റ്റർ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തില്ല, പറയത്തില്ല. എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ പാസ്റ്റർ കൂടെ ഉണ്ടെങ്കിൽ പറയുന്ന ഒരു കാലം എനിക്കറിയത്തില്ല. പക്ഷെ നോർമൽ കേസ് നമ്മൾ പറയത്തില്ല. എന്തുകൊണ്ടാണ്? somebody is with me whom I respect. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്, ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് പറയത്തില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ വഴിയെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ആരോടും ചൂടാകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ഇപ്പോഴത്തെ സീറ്റിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സീറ്റിൽ പരിശുദ്ധാത്മാവ് ഇരിപ്പുണ്ടെങ്കിൽ വഴിയെ പോകുന്നവരിങ്ങനെ പി പി നോണടിച്ച് കേൾപ്പിക്കുമോ? ഇല്ല. നമ്മൾ വളരെ സൗമ്യരായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതല്ലേ, അല്ലേ? കാര്യം എന്തോ ഇപ്പോഴത്തെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. ആ ഇരിക്കുന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. കർത്താവ് കൂടെ ഇപ്പോഴത്തെ സീറ്റിൽ ഇരിപ്പുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും ഓണടിച്ചൊന്നും പേടിപ്പിക്കുന്നൊന്നും ഇല്ല. ഓണടിച്ച് പേടിപ്പിക്കുന്ന പോട്ടെ, പരിശുദ്ധാത്മാവ് വീട്ടിൽ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കൂടെ പറയുന്ന വർത്തമാനങ്ങൾ വല്ലതും പറയൂ? അന്യോന്യം വഴക്കുണ്ടാക്കി വെച്ച് എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ഞാൻ ശനിയാഴ്ച വൈകുന്നേരം ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കും. ഞായറാഴ്ച വന്ന് ഒരു പ്രശ്നമില്ല, അത് 2 പേരും തിരുവത്താഴം കൊടുക്കും. 2 പേർക്ക് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ്? ഹോളി സ്പിരിറ്റിന്റെ അവിടെ ഇന്ന് ഹോളി സ്പിരിറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ പള്ളിക്കകത്ത് വെച്ച് മാത്രം കാണുന്നവനാണ് പെന്തക്കോസ്തുകാരൻ. കർത്താവ് പറഞ്ഞതല്ല, he will be with you forever, he will dwell with you and he will be in you. അവൻ നിങ്ങളുടെ കൂടെ വീട്ടിലും കൂടെ വരുമെന്നേ. നിങ്ങളുടെ ഓഫീസിൽ വരും, നിങ്ങളുടെ വീട്ടിൽ വരും. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണം കേൾക്കുന്നുണ്ട്. 3 മേശയിലിരുന്ന് ആരുടെയൊക്കെ കുറ്റം പറയുന്നുണ്ട്, ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളത് അറിഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങനൊന്നും കാണിക്കത്തില്ല. അത് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം ആര് കേട്ടോണ്ടിരിക്കുകയാണ്? പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യയും ഭർത്താവും നമ്മളുടെ ഭർത്താവും എല്ലാം പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വഴക്കുണ്ടാക്കുന്നതും അന്യോന്യം ഓരോ കാര്യങ്ങൾ പറയുന്നതും. ഇന്നൊക്കെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും ഒക്കെ എന്തുമാത്രം ഹോളി സ്പിരിറ്റ് ഞാൻ പറയട്ടെ, ഇവിടെ വെച്ച് ഹോളി സ്പിരിറ്റിന് ഇത് വലിയ കാര്യങ്ങളല്ല. ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എങ്കിലും ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ സഭയ്ക്കകത്തെ ആരാധന എന്ന് പറയുന്നത് ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെയുള്ളൂ. ട്രെഡ്മില്ലിൽ ഓടി കഴിഞ്ഞാൽ ഉള്ള ഗുണം നമുക്കൊരു മാനസിക സംതൃപ്തി ഉണ്ടാവും. ഞാനിപ്പോൾ 1 കിലോമീറ്ററായി, 2 കിലോമീറ്ററായി, 3 കിലോമീറ്ററായി, 5 കിലോമീറ്റർ ഒന്ന് വിയർത്ത് കുളിക്കുമ്പോൾ എന്തൊരു ആശ്വാസമാണെന്നറിയാം. പക്ഷേ ട്രെഡ്മില്ലിന് താഴെ ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ നിന്നിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. 5 കിലോമീറ്റർ മീറ്ററേ ഉള്ളൂ, നമ്മളെങ്ങും പോയിട്ടില്ല. ഇതുപോലെ ഉള്ളൂ സഭയ്ക്കകത്ത് കിടന്ന് എത്ര ചാടുന്നതും തുള്ളുന്നതും ബഹളം ഉണ്ടാക്കുന്നതെല്ലാം. ട്രെഡ്മില്ലിലെ ഓട്ടം പോലെ ഉള്ളൂ. എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട്